ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട മക്കളെ. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻസിന്റെ കുറച്ച് ഇല്ലസ്ട്രേഷൻസ് അയച്ചു തന്നിരുന്നല്ലോ. നിങ്ങളത് നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ക്ലാസ് വീഡിയോ മീൻസ് ആ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാമേ. കേക്ക് അതിന് നോട്ടിന് തുടക്കത്തിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞാണ്. എന്താണ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ്? ഡിപ്രീഷ്യബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസസിയുടെ ബിസിനസ്സിൽ അയാൾ ഉപയോഗിക്കുന്ന അസറ്റ്സിനാണ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് എന്ന് പറയാം. എന്ന് മാത്രമല്ല, ആ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് എന്ന് പറയാം. Depreciable assets are those assets used by the assessee for his own business or profession on which depreciation is claimed as an admissible deduction. അതായത് ബിസിനസ് ഇൻകമോ പ്രൊഫഷണൽ ഇൻകമോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷനിലോ അല്ലെ ബിസിനസ്സിലോ ഉപയോഗിച്ച ഒരു അസറ്റ് അതിന് മേലെ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയി ഡിഡക്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സാധാരണ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു അസറ്റ്, അതാണ് ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് പറയാം. ക്യാപിറ്റൽ ഗെയിൻസിന് ഇതിന്റെ പ്രത്യേക റെലവൻസ് എന്താന്ന് വെച്ചാൽ, ഈ ഡിപ്രീഷ്യബിൾ അസറ്റ്സ് വിറ്റ് ലാഭം ഉണ്ടായാൽ, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായാൽ, അത് എപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കും പരിഗണിക്കുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ്. എത്ര നാള് കയ്യിൽ വെച്ചു എന്ന പരിഗണന കൂടാതെ. നമുക്കറിയാലോ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും എത്ര നാള് കൈവശം വെച്ചു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് അത് തീരുമാനിക്കുക. പക്ഷെ ഡിപ്രീഷ്യബിൾ അസറ്റ്സിന് അങ്ങനത്തെ പരിഗണന ഇല്ല. എത്ര നാള് കയ്യിൽ വെച്ചിട്ട് വെച്ചതാണെങ്കിലും ഡിപ്രീഷ്യബിൾ അസറ്റ്സിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ്സ് വിറ്റാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുക? അതിന് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ കുറച്ചാൽ മതി. ഓക്കെ, റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ സ്ഥാനത്ത് വരിക. അവിടെ ഇംപ്രൂവ്മെന്റോ സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം. അല്ലാതെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് അവിടെ ഉണ്ടാവില്ല, പരിഗണിക്കേണ്ട. അപ്പോൾ ഡിപ്രീഷ്യബിൾ അസറ്റ്സിന്റെ മേലെ എപ്പോഴും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്കറിയാം സെയിൽ പ്രൊസീഡ്സ് ആണ്, വിറ്റ വിലയാണ്. അതിൽ നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ കുറച്ചാൽ മതി. ഒന്നാമത്തെ ഇല്ലസ്ട്രേഷൻ നോക്കാം. Mr. X purchased a building in 2005-06 for rupees 50 lakhs and sold the same on 1st December 2024 for rupees 2 crores. Compute capital gain. What will be the result if the property sold was purchased on 1st January 2023? കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. 2024-25 ഞാൻ പറഞ്ഞു നമുക്കത് മനസ്സിലുണ്ടാവണമെന്ന്. 363 ആണ്. 2022-23 പറഞ്ഞിട്ടുണ്ട് 331. 2005-06 117. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഇൻ 2005-06 ഫോർ 50 lakhs. 2005-06 വാങ്ങിയ ഒരു ബിൽഡിംഗ്, 50 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ഒരു ബിൽഡിംഗ് 1st December 2024 2 കോടി രൂപയ്ക്ക് വിറ്റാൽ ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നാണ് ചോദ്യം. രണ്ടാമത്തെ വാട്ട് വിൽ, അത് സെക്കൻഡ് പാർട്ടാണ്. ഈ കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ വരെയുള്ള ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ രണ്ട് സെപ്പറേറ്റ് കേസിൽ ചെയ്യണം. ഒന്നാമത്തേത് 2005-06 വാങ്ങിയ ഈ അസറ്റ് ബിൽഡിംഗ് 1st December 2024 വിറ്റാൽ എന്തായിരിക്കും ക്യാപിറ്റൽ ഗെയിൻ? നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അതൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കുമല്ലോ. കാരണം അസറ്റ് വാങ്ങിയത് 2005-06 ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ഷോർട്ട് ടേം ലോങ് ടേം വ്യത്യാസം എന്താണ്? 2 വർഷത്തിലധികം കയ്യിൽ വെച്ചാൽ തന്നെ ബിൽഡിംഗ് ലോങ് ടേം ആയി മാറി. അപ്പൊ സ്വാഭാവികമായി 2005-06 എത്രയോ പഴയ 10-20 വർഷം മുന്നേ വാങ്ങിയ ബിൽഡിംഗ് ആണ് ഈ December 1, 2024 December 1, 2024 നമ്മുടെ പ്രീവിയസ് ഇയർ ആണല്ലോ വിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണാൻ വേണ്ടി ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഇല്ല, സെല്ലിംഗ് എക്സ്പെൻസും ഇല്ല. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 2 കോടി രൂപയാണ് വിറ്റ വില, മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എങ്ങനെ കാണുക? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു ഓർക്കുക, എപ്പോഴും ന്യൂമറേറ്റർ 363 ആയിരിക്കും ഈ വർഷം. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ വർഷമാണല്ലോ. ഈ വർഷം 2024-25 വിറ്റാലല്ലേ ക്യാപിറ്റൽ ഗെയിൻ ഈ വർഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ വർഷം 24-25 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് എപ്പോഴും ന്യൂമറേറ്റർ ആയി വരിക. അത് 361 മാറില്ല. ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് പർച്ചേസ്. ഇത് വാങ്ങിയത് എന്നാ 2005-06 2005-06 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 117 പറയുന്നുണ്ട്. അങ്ങനെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിച്ചു. അത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കുറച്ചപ്പോൾ 44,87,180 രൂപയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ ആ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു.
ഈ ക്വസ്റ്റ്യൻ തിരിച്ചു വന്നേ. അടുത്ത പാർട്ട് എന്താ പറയാ? വാട്ട് വിൽ ബി ദ റിസൾട്ട് ഇഫ് ദ പ്രോപ്പർട്ടി സോൾഡ് വാസ് പർച്ചേസ്ഡ് ഓൺ 1st January 2023? എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിലവിൽ നമ്മൾ ചെയ്തത് 2005-6 വാങ്ങിയ ബിൽഡിംഗ് ഡിസംബർ 2024 വിറ്റതാണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ അത് ചെയ്തു. ഇനി വിറ്റത് ഡിസംബർ 1, 2024 തന്നെ, പക്ഷെ ആ ബിൽഡിംഗ് വാങ്ങിയത് 2023 ജനുവരിയിലായിരുന്നെങ്കിൽ നമ്മുടെ ആൻസറിൽ വ്യത്യാസം ഉണ്ടാവുമായിരുന്നോ? തീർച്ചയായും അല്ലേ? നമുക്കറിയാം തീർച്ചയായും. എന്തുകൊണ്ടാണ്? കാരണം 2023 ജനുവരി 1 വാങ്ങിയത് ഡിസംബർ 2024 ആകുമ്പോഴേക്കും 24 മാസം ആയിട്ടില്ല. നമുക്കറിയാം ബിൽഡിംഗ് ലോങ് ടേം ആവുക 24 മാസം അധികം കയ്യിൽ വെക്കുമ്പോഴാണ്. അപ്പൊ ഇവിടെ 2023 ജനുവരിയിലാണ് വാങ്ങിയതെങ്കിൽ വിൽക്കുന്ന സമയത്ത്, വിൽക്കുന്ന 1st December 2024 അന്നായപ്പോഴേക്കും 24 മാസം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതാണ് നമ്മൾ രണ്ടാമത്തെ കേസ് ഓൺ ചെയ്തത്. ബിൽഡിംഗ് വാസ് ഹെൽഡ് ബൈ ദ അസസി ഫോർ ലെസ് ദാൻ 24 months ബിഫോർ ട്രാൻസ്ഫർ. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? നേരെ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ മതി. ഇൻഡെക്സ് ചെയ്യണമല്ലോ. ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇല്ല, സെല്ലിംഗ് എക്സ്പെൻസ് ഇല്ല. 2 കോടിയിൽ നിന്ന് 50 ലക്ഷം കുറച്ചാൽ 1.5 കോടി രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരും. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റിന്റെ ഒരു പ്രത്യേകത, ഒറ്റ ക്വസ്റ്റിൽ തന്നെ കുറെ തരം അസറ്റ്സ് വിറ്റ കാര്യം പറയാണ്. അപ്പൊ നമ്മൾ അതിൽ ഓരോന്നും, ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒറ്റ ക്വസ്റ്റിൽ തന്നെ പല രീതിയിലുള്ള പല ഇൻസ്റ്റൻസസ് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. നോക്കിയോ, മിസസ് റാണി, എ ഫിലിം ആർട്ടിസ്റ്റ്, സോൾഡ് ദ ഫോളോയിങ് അസറ്റ്സ് ഡ്യൂറിംഗ് ദ 2024-25. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കുന്നില്ല, ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ റാണി എന്ന് പറഞ്ഞൊരു സിനിമാ നടി, അവര് 2024-25 വർഷം 8 തരം, നോക്കിയാൽ അറിയാം, 1 മുതൽ 8 വരെയുള്ള അസറ്റ്സ് അവർ വിറ്റു. അത് പലതരം അസറ്റ്സ് ആണ്, വാങ്ങിയത് പല സമയത്താണ്, വില പലതാണ്, ഒക്കെ വ്യത്യാസമാണ്. അപ്പൊ ഓരോന്ന് സെപ്പറേറ്റ് കേസസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ക്യാപിറ്റൽ ഗെയിൻ. പലതരം അസറ്റ്സ് ആണല്ലോ, അപ്പൊ ഓരോന്നിന്റെയും ക്യാപിറ്റൽ ഗെയിൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ആദ്യത്തേത് നോക്കാം. ഒന്നാമത്തേത് BMW കാർ, യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസസ് ഓൺലി, ₹50 lakhs പറഞ്ഞാലോ, 50 lakhs rupees അവർ വിറ്റു. BMW കാർ വിറ്റു. ദ കാർ വാസ് പർച്ചേസ്ഡ് 1 year ബാക്ക് ഫോർ ₹40 lakhs. 1 വർഷം മുന്നെയാണ് ഈ കാർ വാങ്ങിയത് 40 ലക്ഷം രൂപയ്ക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസസ് ഓൺലി. ഞാൻ ക്ലാസ്സിൽ പലതവണ പറഞ്ഞു, ഒരു ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു അസറ്റ് പേഴ്സണൽ പർപ്പസിനാണ് ഉപയോഗിച്ചതെങ്കിൽ അത് എന്ത് തരം അസറ്റ് ആയിക്കോട്ടെ, അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. അതുകൊണ്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ, വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ക്യാപിറ്റൽ ഗെയിനും അല്ല, ടാക്സബിളും അല്ല. അത് കാർ ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, എന്ത് തരം അസറ്റ് ആയിക്കോട്ടെ, പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചാൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ജ്വല്ലറി ഒക്കെ ആണെങ്കിൽ പേഴ്സണൽ യൂസിനാണെങ്കിൽ പോലും അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇവിടെ പക്ഷെ BMW കാറാണ്, അത് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചതാണ്. അത് വിറ്റ് 50 ലക്ഷം രൂപ കിട്ടി, വാങ്ങിയത് 40 ലക്ഷം രൂപയ്ക്ക്. എന്താണ് നമ്മൾ ആൻസർ പാർട്ടിൽ നോക്കിയേ, BMW കാർ പേഴ്സണൽ അസറ്റ്, ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. അതുകൊണ്ട് there is no point in calculating capital gain. അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബെൻസ് കാർ യൂസ്ഡ് ഫോർ പ്രൊഫഷണൽ പർപ്പസസ് ഓൺലി, 30 lakh rupees വിറ്റു. ഇവിടെ അത് ക്യാപിറ്റൽ അസറ്റ് ആണല്ലേ, പേഴ്സണൽ പർപ്പസിനല്ല ഉപയോഗിച്ചത്, അതുകൊണ്ട് ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം. നമുക്ക് നോക്കാം. 30 lakh rupees ഈ ബെൻസ് കാർ വിറ്റത്. ദ കാർ വാസ് പർച്ചേസ്ഡ് ഇൻ 2015-16. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2015-16 തന്നിട്ടുണ്ട് 254. ആൻഡ് ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓൺ 1/4/2024 വാസ് 10 lakhs. ഇതും ഒരു ചെറിയ മീൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണേ. അതായത് ബെൻസ് കാർ യൂസ്ഡ് ഫോർ പ്രൊഫഷണൽ പർപ്പസസ് ഓൺലി. ഞാൻ കുറച്ച് മുന്നേ ഡിപ്രീഷ്യബിൾ അസറ്റ്സിന്റെ കാര്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അതായത് പ്രൊഫഷനിലോ ബിസിനസ്സിലോ നമ്മൾ ഒരു അസറ്റ് ഉപയോഗിക്കുകയും അതിന് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയി ക്ലെയിം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റ് എന്ത് അസറ്റ് ആണ്? ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. ഡിപ്രീഷ്യബിൾ അസറ്റ്സിന്റെ മേലുള്ള ഗെയിൻ എപ്പോഴും എന്തായിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അത് എന്ന് വാങ്ങിയതാണെന്നോ എത്ര നാൾ കയ്യിൽ വെച്ചെന്നോ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ ബെൻസ് കാർ ഒരു ലോങ് ടേം അസറ്റ് അല്ലേ? 2015-16 വാങ്ങിയതാണ്. നമ്മൾ ആ ജനറൽ ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 വർഷം മുന്നേ വാങ്ങിയ അസറ്റ് ലോങ് ടേം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ കേസ് വ്യത്യസ്തമാണ്. ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. എങ്ങനെ മനസ്സിലായി? റിട്ടേൺ ഡൗൺ വാല്യൂ തന്നാൽ അതിനർത്ഥം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങിയ വിലയിൽ നിന്ന്
നാളിതുവരെയുള്ള ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ. അപ്പോൾ ഇത് ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഡിപ്രീഷ്യബിൾ അസറ്റ്സിന്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണുന്നത് എങ്ങനെയാ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അവിടെ നോക്കണ്ട, വിറ്റ വില, അതായത് 30 lakhs നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ നേരെ കുറച്ചാൽ മതി. 10 lakh rupees കുറച്ചു, ഷോർട്ട് ടേം ഗെയിൻ കിട്ടി 20 lakh rupees. ക്ലിയർ? ഇനി മൂന്നാമത്തെ അസറ്റ് പ്ലാറ്റിനം നെക്ലേസ് 15 lakh rupees വിറ്റു. യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസസ്. ഇവിടെ ശ്രദ്ധിക്കണം, കുറച്ച് മുന്നേ നമ്മൾ BMW കാർ യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ് പറഞ്ഞപ്പോൾ എന്താക്കി? ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞു, ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. പക്ഷെ ഇവിടെ ഇത് ഓർണമെന്റ്സ് ആണ്, ജ്വല്ലറി ആണ്. പ്ലാറ്റിനം നെക്ലേസ് അത് പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചതാണെങ്കിൽ കൂടി അതെന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം. ഇത് റിസീവ്ഡ് ആസ് ഗിഫ്റ്റ് 1 year ബാക്ക്, കോസ്റ്റ് നോട്ട് നോൺ ബട്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് ഗിഫ്റ്റ് 7 lakh. ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ഇതൊരു ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് മനസ്സിലായല്ലോ. പേഴ്സണൽ പർപ്പസിനാണ് ഉപയോഗിച്ചതെങ്കിലും ജ്വല്ലറി ആയതുകൊണ്ട് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇത് വാങ്ങിയതെന്നാ? വാങ്ങിയതല്ല, പിന്നെയോ ഗിഫ്റ്റ് കിട്ടിയതാണ്. എപ്പോ? 1 വർഷം മുന്നേ. അപ്പൊ ശ്രദ്ധിക്കണം, 1 വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. സാധാരണ ഒരു അസറ്റിന്റെ ലോങ് ടേം ആവണേ എത്ര നാൾ വേണം? 36 months കയ്യിൽ വെച്ചാലേ ലോങ് ടേം ആവുള്ളൂ. അപ്പൊ ഇതെന്താണ്? ഷോർട്ട് ടേം അസറ്റ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വിറ്റ വില 15 lakhs കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല, പക്ഷെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഗിഫ്റ്റ് ആയതുകൊണ്ട് ആ ഗിഫ്റ്റ് കിട്ടുന്ന 1 വർഷം മുന്നെയാണ്. ആ ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 7 lakh rupees ആയിരുന്നു. അപ്പൊ അതിന്റെ ഡിഫറൻസ് 8 lakhs ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരിക. അടുത്ത നോക്കിയേ, ഫോർത്ത് വൺ, അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ബംഗളൂരു 60 lakhs rupees വിറ്റു. പർച്ചേസ്ഡ് ഇൻ മാർച്ച് 2005 ഫോർ rupees 18 lakhs. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട് 2004-05 113. അപ്പൊ ഇതെന്താണ്? ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലേ? കാരണം അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ബംഗളൂരു, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്. നമ്മൾ പേഴ്സണൽ ഇഫക്ട്സിന്റെ പറഞ്ഞ കൂട്ടത്തിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല, ക്യാപിറ്റൽ ഗെയിനും അല്ല. പക്ഷേ ഇത് എവിടെയാണ്? അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ബംഗളൂരു. ബംഗളൂരു നമുക്കറിയാം റൂറൽ ഏരിയ അല്ല, അതൊരു ടൗൺ ആണ്, അർബൻ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഈ ബംഗളൂരിലെ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പൊ 60 lakhs rupees വിറ്റു. ഫുൾ വാല്യൂ കൺസിഡർ 60 lakhs. ഇത് വാങ്ങിയത് എന്നാ? മാർച്ച് 2005. നമുക്കറിയാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ് 24 മാസം കയ്യിൽ വെച്ചാൽ തന്നെ ലോങ് ടേം ആയി. അപ്പൊ ഡെഫിനറ്റ്ലി ഇത് ലോങ് ടേം ആണ്. അതെങ്ങനെ ചെയ്യാം? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ ചെയ്യാം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 18 lakhs ഇൻറ്റു, ഞാൻ പറഞ്ഞല്ലോ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ, ഈ വർഷം അത് മാറില്ല, 363 ഡിവൈഡഡ് ബൈ വാങ്ങിയ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ 113. അങ്ങനെ ചെയ്തു. അത് കുറച്ചപ്പോൾ 2,17,700 അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇനി അഞ്ചാമത്തെ നോക്കാം, കാർഡമൻ പ്ലാന്റേഷൻ ഇൻ വണ്ടൻമേട് ഇടുക്കി ഡിസ്ട്രിക്ട് 25 lakhs. ഇവിടെ റൂറൽ ഏരിയ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റൂറൽ ഡിസ്ട്രിക്റ്റ് ആണ്. അത് വണ്ടൻമേട് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ റേഞ്ച് ഹില്ലി റീജിയൻ ആണ്, റൂറൽ ഏരിയ ആണ്, 100 വട്ടം റൂറൽ ഏരിയ ആണ്. അപ്പൊ കാർഡമം പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്, റൂറൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. വ്യത്യാസം മനസ്സിലാക്കണേ. തൊട്ട് മുന്നത്തെ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ബംഗളൂരു ക്യാപിറ്റൽ അസറ്റ് ആണ്, ക്യാപിറ്റൽ ഗെയിനും ആണ്. ഇവിടെ പക്ഷെ വണ്ടൻമേട് റൂറൽ ഏരിയ ആയതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ അല്ല, ക്യാപിറ്റൽ അസറ്റും അല്ല, ക്യാപിറ്റൽ ഗെയിനും ഇല്ല. അതുകൊണ്ട് 2013-14 പർച്ചേസ് ചെയ്തെന്നോ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഒക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അതൊക്കെ തന്നിരിക്കുന്നത്. ലാൻഡ് ഇൻ റൂറൽ ഏരിയ നോ ടാക്സ് എന്ന് എഴുതിയാൽ മതി. ഈ 6th പോയിന്റ് നോക്കിയേ, ഫേമസ് പെയിന്റിംഗ്. പെയിന്റിംഗ് ഒരു അസറ്റ് ആണ്. 10 lakh rupees വിറ്റു. ഇത് വാങ്ങിയതല്ല, ഗിഫ്റ്റഡ് ബൈ ഹർ ഫ്രണ്ട് ഇൻ മാർച്ച് 2024. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് ഗിഫ്റ്റ് ₹5 lakhs. അപ്പോൾ നമുക്കറിയാലോ വിറ്റ വില 10 lakh rupees. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല, പക്ഷെ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു ഷോർട്ട് ടേം ക്യാപിറ്റലിസ്റ്റ് ആണ് അല്ലേ? കാരണം മാർച്ച് 2024 എന്ന് പറയുമ്പോൾ 12 മാസം ആയിട്ടുള്ളൂ. സാധാരണ അസറ്റ് എത്ര നാൾ വേണം? 36 മാസം ആയാലും ലോങ് ടേം ആണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. എങ്ങനെ കാണാം? 10 lakh മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ 5 ലക്ഷം കുറച്ചപ്പോൾ 5 lakh rupees ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. 7th one, silver plates used for puja 5 lakh rupees.
ഇവരെന്തോ വലിയ ഗതികേടിലാണ് തോന്നുന്നില്ല, എല്ലാ അസറ്റ്സും വെക്കുവാണ്. അപ്പൊ സിൽവർ പൂജയ്ക്ക് ഉപയോഗിച്ച സിൽവർ പ്ലേറ്റ്സ് അവർ വിറ്റു 5 lakh rupees. ഇത് എപ്പോൾ വാങ്ങിയതാ? പർച്ചേസ് 2 years ബാക്ക് 2 lakh rupees 2 വർഷം മുമ്പ് വാങ്ങിയതാണ്. ഇതും എന്താണ്? ഒരു ഷോർട്ട് ടേം ക്യാപിറ്റലിസ്റ്റ് ആണ്. കാരണം ഇത് സാധാരണ ജനറലി നമ്മൾ പറയാ 36 months വേണം. വ്യത്യാസമാണ് നമുക്കറിയാം അല്ലെ. 12 months ആയാൽ ലോങ് ടേം ആവുന്ന അസറ്റ് ഉണ്ട്. അത് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ലിസ്റ്റഡ്, അതേപോലെ പിന്നെ സീറോ കൂപ്പൺ ബോണ്ട്സ്, പിന്നെ അതേപോലുള്ള സെക്യൂരിറ്റീസ് ഒക്കെയാണ് പൊതുവെ 12 months അധികമായാൽ ലോങ് ടേം ആകും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് 24 months അധികമായാൽ ലോങ് ടേം ആകും. മറ്റ് അസറ്റ്സ് ഒക്കെ 36 months അധികമായാലേ ലോങ് ടേം ആവുള്ളൂ. അപ്പൊ ഇത് 2 years മാത്രമേ കയ്യിൽ വെച്ചുള്ളൂ. ഒരു ഷോർട്ട് ടേം ആണ്. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ ഫുൾ വാല്യൂ ഓഫ് കൺസ്ട്രക്ഷൻ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 3 lakh ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലാസ്റ്റ് ഒന്ന് നോക്കിയോ, 50,000 ഷെയർസ് ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് അസറ്റ് ആണ് അല്ലേ. 12,50,000 rupees വിറ്റു. പർച്ചേസ് ചെയ്തെന്ന ജാനുവരി 2017 10 ലക്ഷം രൂപയ്ക്ക്. ഡെഫിനറ്റ്ലി ഇതൊരു ലോങ് ടേം ക്യാപിറ്റലിസ്റ്റ് ആണ്. ഷെയർ ആയതുകൊണ്ട്, ലിസ്റ്റഡ് ഷെയർ ആയതുകൊണ്ട് എത്ര നാൾ കൈവശം വെച്ചാൽ തന്നെ ലോങ് ടേം ആവും? 12 മാസത്തിലധികമാണ് തന്നെ ലോങ് ടേം ആവും. ഇത് എന്തായാലും ലോങ് ടേം ആണ്. എങ്ങനെ ചെയ്യാം? 12,50,000 നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കണം. എങ്ങനെ? 10 lakhs കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു 363 മാറൂലല്ലോ. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ വാങ്ങിയ വർഷത്തെ, ഏത് വർഷം വാങ്ങിയത്? 2016-17 വാങ്ങി 264 ആയിരുന്നു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അതാണ് ഡിനോമിനേറ്ററിൽ വരിക. അത് കുറച്ചപ്പോൾ ഇവിടെ വരിക ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ശ്രദ്ധിക്കുക, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാമേ. ഇവിടെയും 2 വീടിന്റെ കാര്യങ്ങൾ തന്നിരിക്കുന്നത്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ ഇയർ 2024-25 ഇൻ റെസ്പെക്ട് ഓഫ് മിസ്റ്റർ റഷീദ്. റഷീദിന്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയും 2 വീടുണ്ട്, 2 അസറ്റ് ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാമേ. ആദ്യം ഹൗസ് 1ന്റെ കാര്യം നോക്കാം. ഹൗസ് 1 ഡേറ്റ് ഓഫ് പർച്ചേസ് 2 May 1997. തീർച്ചയായും ഇതൊരു ലോങ് ടേം അസറ്റ് ആണ്. കാരണം ബിൽഡിംഗ് 2 വർഷമായ തന്നെ ലോങ് ടേം ആയി. ഇത് എത്രയോ വർഷം വേണ്ടിയാണ്. സോ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 3,80,000 എന്നാണ്. 97 വാങ്ങിയപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 3,80,000 ആയിരുന്നു. കോസ്റ്റ് ഓഫ് അഡീഷണൽ കൺസ്ട്രക്ഷൻ ഇൻ 1999 എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ കൺസ്ട്രക്ഷൻ ചിലപ്പോൾ ഒരു റൂമോ മറ്റോ കൂട്ടിയെടുത്തതായിരിക്കും. അത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിൽ വരും അല്ലേ. ഇംപ്രൂവ്മെന്റിൽ വരും. അഡീഷണൽ കൺസ്ട്രക്ഷൻ 1999 20,000 rupees മുടക്കി. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദിസ് ഹൗസ് ഓൺ 1/4/2001 3.5 ലക്ഷം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിരിക്കുന്നത്? നമുക്കറിയാം, ഒരു അസറ്റ് 1/4/2001 മുന്നേ വാങ്ങിയതാണെങ്കിൽ, അതിൽ പഴയ ഡേറ്റിൽ വാങ്ങിയതാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഒറിജിനൽ കോസ്റ്റ്, അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കുക. വിച്ച് എവർ ഈസ് ഹയർ. ഇവിടെ നോക്കിയേ, ഇവിടെ ശരിക്കും 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ കുറവാണ്. നോക്കുക, 3,80,000 ആണ് ഒറിജിനൽ കോസ്റ്റ് വാങ്ങിയപ്പോൾ ഉള്ള വില. ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1/4/2001 കുറവാണ്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഏതാ എടുക്കേണ്ടത്? കൂടിയ വില, ഒറിജിനൽ കോസ്റ്റിന് 3,80,000. ഇനി 2013-14 വീണ്ടും ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തി 3 ലക്ഷം രൂപയ്ക്ക്. സോൾഡ് ദ പ്രോപ്പർട്ടി ഇൻ ജാനുവരി. അപ്പൊ ഈ വീട് വിറ്റു. വീട് വിറ്റു 2025 ജനുവരിയിൽ 12 ലക്ഷം രൂപയ്ക്ക്. സെല്ലിംഗ് എക്സ്പെൻസസ് 25,000 രൂപയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഒന്നുകൂടി ഞാൻ പറയാം. ഹൗസ് 1ന്റെ മാത്രം ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണല്ലോ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇവിടെ എന്താണ്? സോൾഡ് ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെയിൽ പ്രൊസീഡ്സ്. ക്വസ്റ്റ്യൻ വേറെ രീതി തന്നേ ഉള്ളൂ. 12 ലക്ഷം രൂപയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വരിക. അതിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കാം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ഇവിടെ എടുക്കേണ്ടത് എത്രയാ? ഒറിജിനൽ കോസ്റ്റ് 380 97. 1/4/2000 ഫെയർ മാർക്കറ്റ് അതിൽ കുറവാണ്. അതുകൊണ്ട് കൂടിയ 380 എടുത്തിട്ട് നമ്മൾ ഇൻഡെക്സ് ചെയ്തു. എങ്ങനെ ഇൻഡെക്സ് ചെയ്തു? 3,80,000 ഇൻറ്റു 361 മാറുന്നില്ലല്ലോ, ഡിവൈഡഡ് ബൈ 2001-2 ഇൻഡെക്സ് ആയ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആയ 100. ഓക്കെ, ആൻസർ പാർട്ടിൽ നോക്കിയാൽ കാണാം ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി ഇംപ്രൂവ്മെന്റ്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കുറയ്ക്കാമല്ലോ. 2 ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇവരല്ലേ. 99 ഒരു ഇംപ്രൂവ്മെന്റ് നടത്തി. അത് നമ്മൾ പരിഗണിക്കുമോ? ഇല്ല. അത് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 2001 ഏപ്രിൽ 1 മുന്നേ നടത്തി ഒരു ഇംപ്രൂവ്മെന്റും പരിഗണിക്കില്ല. അതുകൊണ്ട് 20,000 rupees മുടക്കി 99 നടത്തിയ ഇംപ്രൂവ്മെന്റ് പരിഗണിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഇംപ്രൂവ്മെന്റ് 2013-14
3 ലക്ഷം രൂപ മുടക്കിയ ഒരു ഇംപ്രൂവ്മെന്റ് നടത്തി. അത് നമ്മൾ പരിഗണിക്കും. അത് ഇൻഡെക്സ് ചെയ്യുന്നു. എങ്ങനെ ഇൻഡെക്സ് ചെയ്യുന്നു? 3 lakhs into 363 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ 2013-14 ഇൻഡെക്സ് താഴെ തന്നിട്ടുണ്ട് 220 കൊണ്ട് കുറച്ചു. 220 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കുറച്ചു, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കുറച്ചു, ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ് 25,000 ഉണ്ടായിരുന്നു, അതോടെ കുറച്ചപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് ഇവിടെ 6,99,400. ക്ലിയർ? ഇനി സെക്കൻഡ് ഹൗസ് ആയിട്ടുള്ള വ്യത്യാസം നോക്കിയേ. സെക്കൻഡ് ഹൗസിന്റെ കാര്യം, സെക്കൻഡ് ഹൗസ് ഇതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ ഇതുപോലെ തന്നെ വ്യത്യാസം 2000 വാങ്ങിയതാണ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് സെക്കൻഡ് ഹൗസും. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 2000 5 ലക്ഷം രൂപയാണ്. ശ്രദ്ധിക്കണേ, ആദ്യത്തെ ഹൗസും രണ്ടാമത്തെ ഹൗസും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 2000 ഒറിജിനൽ കോസ്റ്റ് 5 ലക്ഷം രൂപയാണ്. എന്നാൽ അതിന് താഴെ നെക്സ്റ്റ് പോയിന്റ് ഉണ്ടോ, ഫെയർ മാർക്കറ്റ് വാല്യൂ 1/4/2001 20 ലക്ഷം രൂപയാണ്. സി ഏതാ എടുക്കേണ്ടത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കേണ്ടത്, കാരണം അതാണ് കൂടുതൽ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ, കഴിഞ്ഞ ഹൗസിൽ, ഫസ്റ്റ് ഹൗസിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ 1/4/2001 കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ കോസ്റ്റ് എടുത്തു. ഇവിടെ ഒറിജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണ് ഫെയർ മാർക്കറ്റ്, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിരിക്കുന്നത് 20 lakh rupees ആണ്. ബാക്കിയൊക്കെ കഴിഞ്ഞ ക്വസ്റ്റിലെ പോലെ തന്നെ. ഇവിടെയും ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ 99 നടത്തിയിട്ട് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ പരിഗണിക്കോ? ഇല്ല. എന്നാൽ 2013-14 പരിഗണിക്കും. ചെയ്തിരിക്കുന്ന നോക്കിയേ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇവിടെ 92 lakh rupees ആണ് അല്ലേ? 92 lakh rupees നമ്മൾ എടുത്തു. ദെൻ അത് സെല്ലിംഗ് എക്സ്പെൻസസ് 50,000 നമുക്ക് ആദ്യം കുറയ്ക്കാം. അത് ആദ്യം അവസാനം കുറച്ച് പ്രശ്നമൊന്നുമില്ല. സെല്ലിംഗ് എക്സ്പെൻസസ് കുറച്ചു. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നോക്കി, ഏതാ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുത്തത്? 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ 20 lakhs. അതിനെ ഇൻഡെക്സ് ചെയ്തു ഇൻറ്റു 363 ഡിവൈഡ് ബൈ 100 2001-2 ഫെയർ മാർക്കറ്റ് വാല്യൂ, സോറി കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആദ്യത്തെ എടുത്തോ? 99 ഇംപ്രൂവ്മെന്റ് എടുത്തോ? ഇല്ല. 2013-14 ഇംപ്രൂവ്മെന്റ് എടുത്തത്, അതും ഇൻഡെക്സ് ചെയ്തു ഇൻറ്റു 363 ഡിവൈഡ് ബൈ 13-14 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 220 കുറച്ചപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടി 10,65,000. ഇനി ചെയ്തിരിക്കുന്ന നോക്കിയേ, ഇത് ഒരേ ആളുടെയാണ് അല്ലേ? ഒറ്റ ആളുടെയാണ് ഈ രണ്ട് ഹൗസും ഒരേ വർഷം വിറ്റു. ഒന്നിൽ നിന്ന് ക്യാപിറ്റൽ ലോസും ഒന്നിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിനും, അത് പരസ്പരം ഓഫ്സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് പറയുന്നത് 3,65,600 രൂപ. നോട്ട്സ് തന്നിട്ടുണ്ട്, അത് പറഞ്ഞല്ലോ ഓൾറെഡി. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. Mr. Jawahar purchased 200 equity shares of X Limited on 1/1/2003 at a cost of rupees 60 per share. ശ്രദ്ധിച്ചിരിക്കണേ, 1/1/2003 200 ഇക്വിറ്റി ഷെയർ വാങ്ങി 60 രൂപ നിരക്കിൽ. In 2007-8 he got 100 bonus shares from the company. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡന്റിന് പകരം ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷെയർ ആണ് ബോണസ് ഷെയർ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടോ? ഇല്ല. 2007-8 100 ബോണസ് ഷെയർ കിട്ടി. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, നോട്ട് എഴുതിയിട്ടുണ്ട്. ബോണസ് ഷെയർ 2001 ശേഷമാണ് കിട്ടുന്നതെങ്കിൽ, 1/4/2001 ശേഷമാണ് ബോണസ് ഷെയർ കിട്ടുന്നതെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് നില്ലാണ്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ബോണസ് ഷെയർസ് റിസീവ്ഡ് ആഫ്റ്റർ 1/4/2001 വളരെ വളരെ ശ്രദ്ധിക്കണം. 1/4/2001 ശേഷം ബോണസ് ഷെയറിന് അല്ലെങ്കിലും കാശ് കൊടുക്കണ്ട, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭത്തിന് പകരം, ഡിവിഡന്റ് പണമായി കിട്ടുന്നതിന് പകരം ഫ്രീ ആയിട്ട് കമ്പനി ഷെയർ തന്നാണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. 1/4/2001 ശേഷം ബോണസ് ഷെയർ കിട്ടിയാൽ ഇൻകം ടാക്സ് ആക്ട് ആൻഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ജവഹർ ആദ്യം 200 ഇക്വിറ്റി ഷെയർ പണം കൊടുത്ത് വാങ്ങി 60 രൂപ, കൂടാതെ 100 ബോണസ് ഷെയർ കിട്ടി. ഇതും കൂടാതെ ഇൻ അഡീഷൻ ഹി ഒബ്റ്റെയിൻഡ് 800 റൈറ്റ് ഷെയർസ്. റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി പണം മേടിച്ച് കൊടുക്കുന്ന ഷെയർ ആണ് റൈറ്റ് ഷെയർസ്. അറ്റ് ദ സെയിം പ്രൈസ് എന്ന് പറഞ്ഞാലോ 60 രൂപയ്ക്ക് തന്നെ. 60 രൂപയ്ക്ക് ഡിസംബർ 2012 800 റൈറ്റ് ഷെയറും കിട്ടി. അപ്പൊ മൊത്തം ഇപ്പൊ ഇയാളുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 200 ഷെയർ ആദ്യം വാങ്ങിയത്, 100 ബോണസ് ഷെയർ വാങ്ങിയത് കിട്ടിയത് 300 പ്ലസ് 800 റൈറ്റ് ഷെയർ 1100 ഷെയർ ഉണ്ട് അല്ലേ? 1100 ഷെയർ നിലവിലുണ്ട്. ഓക്കെ. ഇനി ഡ്യൂറിംഗ് ദ ഇയർ 2024-25, അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഹി സോൾഡ് ദ എൻറ്റയർ ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 430 പെർ ഷെയർ, അതായത് 1100 ഷെയർ. ഈ 1100 ഷെയർ പ്രത്യേകത എന്താ? 200 പ്ലസ് 800 ഷെയർ ഒരു ഷെയറിന് 60 രൂപ എന്ന നിരക്കിലാണ് വാങ്ങിയത്.
അല്ലേ? ബോണസ് ഷെയർ വിലയില്ല, അതിന് കോസ്റ്റ് ഓഫ് എക്വിഷൻ ഇല്ല. പക്ഷേ ഈ മൊത്തം 1100 ഷെയർ ഇയാൾ എത്രയ്ക്ക് വിറ്റു? 430 രൂപയ്ക്ക് വിറ്റു. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻസ് അസ്യൂമിംഗ് ദാറ്റ് ബ്രോക്കറേജ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് വെയർ 5000. 5000 രൂപയാണ് സെല്ലിംഗ് എക്സ്പെൻസസ്. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ തന്നിട്ടുണ്ട്. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ 80 റുപ്പീസ് ആണെന്ന് പറയുന്നു. അതിന് ഇവിടെ എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഓൺ 1/4/2001 വാസ് 80 പെർ ഷെയർ എന്ന് തന്നതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഒരു റെലവൻസും ഇല്ല. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. കാരണം എന്താ? ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 പരിഗണിക്കേണ്ടത് എപ്പോഴാ മക്കളെ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. എപ്പോഴാ? 1/4/2001 മുന്നേ വാങ്ങിയ അസറ്റിന്റെ കാര്യം. അതായത് 2001 മുന്നേ 2000 99 അങ്ങനെ പഴയ ഡേറ്റിൽ വാങ്ങിയ അസറ്റിന്റെ കാര്യത്തിലാണ് 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ പരിഗണിക്കേണ്ടത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഒറിജിനൽ കോസ്റ്റ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് ഈസ് ഹയർ എടുക്കണം. മുമ്പത്തെ ഹൗസിന്റെ കാര്യം ചെയ്തല്ലോ. ഇത് പക്ഷേ ഈ ആദ്യമായി ഷെയർ വാങ്ങിയത് തന്നെ 2003-ലാണ്. 1/1/2003-ലാണ്. 2001 ശേഷമല്ലേ? അതേപോലെ റൈറ്റ് ഷെയർ വാങ്ങിയത് 2012-ലാണ്. ഇതൊക്കെ 2001 ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഓൺ 1/4/2001 ₹80 പെർ ഷെയർ എന്ന് പറയുന്നത് ചുമ്മാ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡീസസും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എന്താ ചെയ്തിരിക്കുന്നത്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഞാൻ പറഞ്ഞില്ലേ 1100 ഷെയർ മൊത്തം ഇൻറ്റു 430 എല്ലാത്തിനും 430 രൂപ കിട്ടി. 4,73,000 കിട്ടി. സെല്ലിംഗ് എക്സ്പെൻസസ് ആദ്യം കുറച്ചിരിക്കുകയാണ്. 5000 റുപ്പീസ് കുറച്ചു. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ചെയ്ത് നോക്കിയേ. ഒറിജിനൽ ഷെയർസ് എന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങിയ ഷെയർ അത് 2003-ലല്ലേ വാങ്ങിയത്. അതുകൊണ്ട് ആ ഒറിജിനൽ കോസ്റ്റ് തന്നെ എടുത്താൽ പോരെ? ഫെയർ മാർക്കറ്റ് വാല്യൂ പരിഗണിക്കണോ? വേണ്ട. സോ 200 × 60 അല്ലെ? 200 × 60 200 ഷെയർ 60 രൂപ വെച്ചിട്ട് അത് കൂട്ടി മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇൻഡെക്സ് ചെയ്യുന്നത് എങ്ങനെയാ? ഇൻറ്റു 363 മാറൂല. ഡിവൈഡഡ് ബൈ 2002-3 ആണല്ലോ വർഷം വാങ്ങിയത്. അതിന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കോസ്റ്റ് തന്നിട്ടുണ്ട് 105 41,486. ഇനി അപ്പൊ 200 ഷെയറിന്റെ കോസ്റ്റ് നമ്മൾ കുറച്ചു. ഇനി ബോണസ് ഷെയറിലെ 100 എണ്ണം അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്? നില്ലാണ്. അവസാനം റൈറ്റ് ഷെയർസ് 800 ഷെയർ വാങ്ങിയിട്ടുണ്ട്. അതിന്റെയും കോസ്റ്റ് എത്ര? 60 രൂപ. 1/4/2001 പരിഗണിക്കണോ? വേണ്ട. സോ 800 × 60 അപ്പൊ ഷെയറിന്റെ വിലയായി. അത് ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 363 ഡിവൈഡഡ് ബൈ 2012-13 വർഷത്തിലാണല്ലോ വാങ്ങിയത്. അതുകൊണ്ട് അതിന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കോസ്റ്റ് തന്നിട്ടുണ്ട്. 200 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയി. ഇതെല്ലാം അവിടെ കുറച്ചപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 3,39,394. ഇങ്ങനെയാ ചെയ്യാം കേട്ടോ. നോട്ട്സ് ചെയ്യാൻ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ നോട്ട് ഒന്ന് നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷെയർസ് ഇസ് നോട്ട് ടാക്സബിൾ അപ് ടു ₹1 lakh if securities transaction tax is paid. സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, അത് ഇൻകം ടാക്സ് അല്ല. സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപ വരെയുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ അല്ല. ഇവിടെ അതിൽ കൂടുതലാണല്ലോ. ഇതെന്തായാലും ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഈ മൂന്നാമത്തെ പോയിന്റ് കൂടുതൽ റെലവൻസ് വരിക അടുത്ത വർഷം അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കേസിലാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.